സനാതനധർമ്മം. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആത്മീയ പാരമ്പര്യം. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്നറിയാമോ? അത് നമുക്ക് നൽകുന്ന ആരാധന സ്വാതന്ത്ര്യം. ഇവിടെ വിശ്വസിക്കാം, ചോദ്യം ചെയ്യാം, വേണ്ടെങ്കിൽ നിഷേധിക്കാം പോലും. എന്നാൽ അതിനുള്ളിൽ തന്നെയാണ് നാം നിലകൊള്ളുന്നത്. സനാതനധർമ്മം ഒരിക്കലും നിർബന്ധിക്കില്ല. അത് വഴികാട്ടും, അത് ബോധ്യപ്പെടുത്തും, അത് അനുഭവിപ്പിക്കും. 33 കോടി ദേവത സങ്കല്പം. അത് എണ്ണമല്ല, അത് അനന്തതയുടെ പ്രതീകം. ഓരോ മനുഷ്യനും തൻ്റെ ഹൃദയത്തിനടുപ്പമുള്ള ദൈവത്തെ തിരഞ്ഞെടുക്കാം. ധ്യാനത്തിൽ ലയിച്ചിരിക്കുന്ന മഹാദേവനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പരിപാലനത്തിൻ്റെ പ്രതീകമായ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നവരുണ്ട്. ശക്തിയുടെ മഹാരൂപമായ കാളിയെ മാതാവായി കാണുന്നവരുണ്ട്. വീര്യത്തിൻ്റെയും യുവത്വത്തിൻ്റെയും പ്രതീകമായ മുരുകനെ സ്നേഹിക്കുന്നവരുണ്ട്. വിഘ്നങ്ങൾ നീക്കുന്ന ഗണേശനെ ആദ്യം സ്മരിക്കുന്നവരുണ്ട്. ഗ്രാമദേവതകളെ ആരാധിക്കുന്നവരുണ്ട്. കാടുകളിൽ ചാത്തനെയും യക്ഷിയമ്മയെയും ഭക്തിയോടെ വിളിക്കുന്നവരുണ്ട്. എന്തായാലും എല്ലാ കൈവഴികളും ഒടുവിലെത്തിച്ചേരുന്നത് ഒരു മഹാസാഗരത്തിലേക്ക് തന്നെയാണ്. ആകാശാത് പതിതം തോയം സാഗരം പ്രതി ഗച്ഛതി, സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്തിൽ നിന്ന് വീഴുന്ന എല്ലാ ജലബിന്ദുക്കളും ഒടുവിൽ സാഗരത്തിലേക്ക് ഒഴുകിയെത്തുന്നതുപോലെ എല്ലാ ദേവന്മാർക്കും ചെയ്യുന്ന നമസ്കാരം ഒടുവിൽ ഒരേയൊരു പരമസത്യത്തിലേക്കാണ് എത്തുന്നത്. അതാണ് സനാതനധർമ്മത്തിൻ്റെ മഹത്തായ തത്വം. ചെറുപ്പത്തിൽ എൻ്റെ ഹൃദയം രാമനോടടുപ്പമായിരുന്നു. ധർമ്മത്തിൻ്റെ പ്രതീകം, മര്യാദയുടെ മാതൃക. പക്ഷേ വളർന്നു വന്നപ്പോൾ എൻ്റെ മനസ്സ് മറ്റൊരാളിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവനൊരു യോദ്ധാവാണ്, ഒരു ദാർശനികൻ, ഒരു തന്ത്രജ്ഞൻ, ഒരു ഗുരു, ഒരു സുഹൃത്ത്. യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തത്വങ്ങൾ പറഞ്ഞവൻ, പുഞ്ചിരിയോടെ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടവൻ, യോഗികളിൽ മഹായോഗി, ജ്ഞാനികളിൽ മഹാജ്ഞാനി, ഫിലോസഫിയുടെ പീക്ക് ലെവൽ, ഡിപ്ലോമസിയുടെ പരമാവധി, മനുഷ്യഗുണങ്ങളിലൊക്കെയും പൂർണ്ണത കൈവരിച്ച ഏക പൂർണ്ണാവതാരം, സാക്ഷാൽ കൃഷ്ണൻ. കുഴൽനാദത്തിൽ ഹൃദയങ്ങളെ ഉരുക്കുന്നവൻ, ഗീതോപദേശത്തിൽ ലോകത്തെ ബോധ്യപ്പെടുത്തിയവൻ, കുരുക്ഷേത്രത്തിൽ ധർമ്മം സ്ഥാപിച്ചവൻ. ഒരു പുഞ്ചിരി മതി, ഒരു വാക്ക് മതി, ഒരു ദർശനം മതി ജീവിതം മുഴുവൻ മാറ്റാൻ. അവനെ ആരാധിച്ചില്ലെങ്കിൽ പിന്നെ ആര്? ദ റിയൽ മാസ്റ്റർ.